CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന LDFന്റെ തെക്കൻ മേഖലാ ജാഥ പര്യടനം തൃശൂർ പുതുക്കാട് മണ്ഡലത്തിൽ. LDF വന്നാൽ വിശ്വാസികളെ ഇല്ലാതാക്കുമെന്ന കള്ളപ്രചാരണമാണ് നടക്കുന്നതെന്നും LDF എല്ലാ കാലത്തും യഥാർത്ഥ മതവിശ്വാസികൾക്കൊപ്പമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇന്ന് വൈകിട്ട് ചാലക്കുടി മണ്ഡലത്തിലെ സ്വീകരണ പരിപാടിയോടെ തൃശൂർ ജില്ലയിലെ പര്യടനത്തിന് സമാപനമാകും. എല്ലാ മതങ്ങളിലും പെട്ട വിശ്വാസികൾക്ക് അമ്പലത്തിലും പള്ളിയിലും പോയി ആരാധിക്കുന്ന അവകാശത്തെ LDF പൂർണ്ണമായിട്ടും മാനിക്കുന്നുണ്ട്. ഇടതുപക്ഷം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. മതവിശ്വാസം ഒരു യാഥാർത്ഥ്യമാണ്, വിശ്വാസികൾ യാഥാർത്ഥ്യമാണ്. ആ വിശ്വാസികളെ ഇടതുപക്ഷം മാനിക്കുകയും ചെയ്യും. അവരെ അവഗണിക്കാൻ ഇടതുപക്ഷമില്ല, അവരെ പരിഹസിക്കില്ല. അവരുടെ കൂടെയായിരിക്കും LDF എപ്പോഴും. ഇടതുപക്ഷം വന്നാൽ മതങ്ങൾക്കൊന്നും രക്ഷയില്ല. ഇടതുപക്ഷം വന്നാൽ വിശ്വാസികളെയെല്ലാം അവർ തള്ളി മാറ്റിക്കളയും. പച്ചക്കള്ളമല്ലേ ഇത്? സാരംഗ് ചേരുകയാണ്. സാരംഗ്, LDF തെക്കൻ മേഖലാ ജാഥ ഇന്ന് പുതുക്കാട് മണ്ഡലത്തിലാണ്. എങ്ങനെയാണ് സ്വീകരണ യോഗങ്ങൾ പുരോഗമിക്കുന്നത്? ഷമ്മി, LDFന്റെ വികസന മുന്നേറ്റ ജാഥയുടെ തെക്കൻ മേഖലാ ജാഥ അവസാന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള പര്യടനം പുതുക്കാട് മണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ചു. ഇനി ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂര് തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് പര്യടനം. അതിനുശേഷം വൈകിട്ടോടുകൂടി ഈ ചാലക്കുടിയിലാണ് തൃശൂർ ജില്ലയിലെ സമാപനം നടക്കാനിരിക്കുന്നത്. എന്തായാലും ഈ 3 മണ്ഡലങ്ങളിലും വലിയ സ്വീകരണമാണ് LDF ജാഥയ്ക്ക് ഒരുക്കിയിട്ടുള്ളത്. ക്യാപ്റ്റൻ ബിനോയ് വിശ്വവും അതുപോലെ തന്നെ മാനേജറായിട്ടുള്ള M സ്വരാജും നയിക്കുന്ന ജാഥയ്ക്ക് എല്ലാ കേന്ദ്രങ്ങളിലും വമ്പിച്ച ജനപങ്കാളിത്തോടുകൂടിയുള്ള സ്വീകരണമാണ് ഒരുക്കുന്നത്. എന്തായാലും വലിയ ആഘോഷത്തോടു കൂടി നടക്കുന്നു, ആവേശത്തോടു കൂടി നടക്കുന്നു. അതോടൊപ്പം തന്നെ ബിനോയ് വിശ്വം വലിയ രീതിയിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ തുറന്നടിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ LDFനെതിരെ വലതുപക്ഷങ്ങൾ നടത്തുന്ന വലതുപക്ഷ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്ന ദുഷ്പ്രചരണങ്ങൾക്കെതിരെയും ഓരോ വേദികളിലും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. അത് ജനങ്ങളെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം തന്നെ കൃത്യമായിട്ട് LDFനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും വലതുപക്ഷ മാധ്യമങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വലതുപക്ഷം, അത് BJPയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള വലിയ സംഘം LDFനെതിരെ നടത്തുന്ന ദുഷ്പ്രചരണങ്ങൾക്കെതിരെയും ഈ വലിയ രീതിയിൽ ഈ വേദികളിൽ ഓരോന്നിലും തുറന്നു കാട്ടുകയാണ്. എന്തായാലും ആവേശത്തോടെ നടക്കുന്ന ഈ തെക്കൻ മേഖലാ ജാഥയ്ക്ക് ഇന്ന് പരിസമാപ്തിയാകുകയാണ്. എന്തായാലും 3 ദിവസം നീണ്ടു നിന്നത് ഒരു വലിയ മഹാസംഗമം തന്നെയാണ്. നിരവധി പ്രവർത്തകർ ഒത്തുചേരുന്നു, ജനങ്ങൾ ഒത്തുചേരുന്നു. അങ്ങനെ ഒരു സംവാദ വേദിയായി കൂടി മാറുന്ന ഒരു ഇടങ്ങളാണ് ഓരോ വേദികളിലും കാണാൻ കഴിഞ്ഞത്. എന്തായാലും വൈകിട്ടോടുകൂടി ചാലക്കുടിയിൽ വെച്ച് ഈ തെക്കൻ മേഖലാ ജാഥയുടെ ജില്ലയിലുള്ള പര്യടനം അവസാനിക്കും. ഷമി.